ഒരു മോന് അവന് MBA-കാരനാണ്. അവന് എന്തോ ഒരു HR മാനേജറാണ് കമ്പനിയിൽ. അവൻ നിങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ല? ഇല്ല. നാട്ടിലുണ്ടാകുമ്പോൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. അവൻ വിളിക്കൊരു വാപ്പ ഇവിടെ എന്താണെന്നൊന്നും അന്വേഷിക്കില്ല. അബുദാബിയിൽ ഒരു 6 വർഷം ചെയ്തു. അത് എയർപോർട്ടിലാണ്, അബുദാബി ഏവിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൗദിയിലൊരു 3 വർഷം. അത് പെർഫ്യൂമിൻ്റെ ഷോപ്പിലായിരുന്നു ജിദ്ദയിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നാട്ടിൽ വന്നിട്ട് പിന്നെ കുവൈത്ത് പോയിട്ട് എനിക്ക് ഭയങ്കര മാനസികമായ ഒരു എന്താ പറയുക ഒരു വിഷമം ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ചെറിയ ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. പിന്നെ എവിടെയും പോയില്ല. പിന്നെ നാട്ടിൽ 1-2 ബിസിനസ്സൊക്കെ ചെയ്തു. അതൊന്നും വിജയിച്ചില്ല. എത്ര വയസ്സായി? 64 വയസ്സ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്, പുറത്തുനിന്ന് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നമുണ്ട്, ഷുഗറുണ്ട്. താമസിക്കാനൊരിടല്ല? ഇല്ല, അതാണ് പ്രശ്നം. 2 മക്കളും? മക്കളുണ്ട്, 3 മക്കളുണ്ട്. പക്ഷെ മക്കൾക്കും ഭാര്യക്കെല്ലാം നല്ല വീടുണ്ട്. അവർക്ക് ഞാൻ ഒരു വീട് എടുത്തു കൊടുത്തിരുന്നു. ആ വീട് അവർ വിറ്റു. എന്നിട്ട് അവർ വേറൊരു വീട് വാങ്ങിച്ചു. അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ എല്ലാം ഭാര്യൻ്റെ പേരിലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ അധ്വാനിച്ചൊക്കെ അവളെ പേരിൽ കൊടുത്തു. അപ്പോൾ അതൊക്കെ കൈവിട്ട് പോയി. എന്താ ചെയ്യുക? പിന്നെ അവരെ വിളിക്കാറൊന്നുമില്ല? ഇല്ല. ഭാര്യയും വിളിക്കൂല? ഇല്ല. എൻ്റെ ഒരു പെങ്ങളുണ്ട്, പെങ്ങളിടക്ക് വിളിക്കും. പെങ്ങൾക്ക് പിന്നെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ബാക്ക് ബോൺ പൊട്ടിയിട്ട് അങ്ങനെ ഇതിലാണ്, വീൽ ചെയറിലാണ്. നടക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പം എത്രയായി? 5 മാസം. ഹംസാജി അല്ലേ? മക്കളുണ്ട് എല്ലാവരും. പിന്നെ ഇപ്പം ആരുമില്ല. ഷെയ്ഖ് സായിദ് ഷെൽട്ടർ ഹോമിലാണ് ഉള്ളത്. ഇർഫാന ഇക്ബാൽ ദമ്പതികളായിട്ടുള്ള അവർ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ട്രസ്റ്റും അതിൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യമാണ്. 35ഓളം ആളുകൾ ആരാരുമില്ലാതെ, മക്കളുള്ളവരില്ലാത്തവരായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടും കിടപ്പിലായിട്ടുള്ള ആളുകളുണ്ട്. ഒരിക്കലും എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തട്ടിക്കളയൂല എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത്രത്തോളം അർഹതപ്പെട്ട ഓരോരോ സംഗതികൾ നമ്മൾ ഒരുപാട് ക്യാഷ് നമ്മളെ കയ്യിലുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ട് സുഖലോലഭതയിൽ സൗകര്യത്തോടെ ജീവിച്ചിട്ടോ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ദമ്പതികളായിട്ടുള്ള ഇർഫാൻ ഇക്ബാൽ നടത്തുന്ന ഈ ഒരു സ്ഥാപനം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ട് ഇവർക്ക് ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും അതായത് ഒക്കെ ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച. കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ ആളുകൾ പിന്നെ എന്താ പറയുക, അവർക്കൊക്കെ ഓരോരോ അഭിലാഷങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും ജീവിത അവസാനത്തിൽ. ആ ഒരു സമയത്താണ് ഇത്തരം സ്ഥാപനത്തിൽ വന്നിട്ട് കിടക്കേണ്ടി വരുന്നത്. അമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, കയ്യിനും കാലിനും സുഖമില്ലാത്തവർ, നട്ടലിനും സുഖമില്ലാത്തവർ, മാനസിക വിഭ്രാന്തിയുള്ള ആളുകളൊക്കെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ ഇതുവരെ ഇത്രയും വർഷം അതായത് പിന്നെ ഈ ഒരു സ്ഥാപനം അവരേതായിട്ടുള്ള ക്യാഷ് എടുത്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബിൽഡിങ് വരുന്നുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ഒരു 6000 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ പണി ഞാനൊരു 20 ചാക്ക് സിമെൻറ്റ് ഞാനും എൻ്റെ സ്നേഹിതന് പിന്നെ ആഷിറും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൈവിടരുത്. കാരണം ഇതുപോലുള്ള ആളുകൾ ഇനിയും ഇപ്പം എന്താ പറയുക നമ്മളെ സ്ഥാപനത്തിലേക്ക് വരാതിരിക്കാനും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹവും വാത്സല്യമൊക്കെ ഇതായിട്ട് പിന്നെ എന്താ പറയുക നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത് ഈ ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ അതാ കാലിന് വെരിക്കോസിൻ്റെ എന്തൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പേരെന്തേനു? രാജേന്ദ്രൻ ഉണ്ട്. പിന്നെ അവിടെ ഒരു സോമേട്ടന് ഗംഗായേട്ടൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ വീഡിയോ കാണിക്കാം. ഇർഫാനും ഇക്ബാലും ഭാര്യ ഭർത്താവ് അവർ നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളും കൈവിടാതെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് പരമാവധി ഷെയർ ചെയ്തിട്ട് ഈ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ഫണ്ടും കാര്യങ്ങളും കൊടുത്തിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട്. കാരണം ഓഫീസ് റൂമുകളിലും പിന്നെ അതുപോലെ തന്നെ അഡീഷണലായിട്ട് ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെയൊക്കെയാണ് ഇപ്പോൾ അവർ ആളുകൾ താമസിപ്പിച്ചിട്ടുള്ളത്. ഇത് കാണുന്ന ആളുകൾ നമ്മളൊക്കെ അല്ലേ ഓരോരോ ഉമ്മാക്കും ഉപ്പാക്കും പ്രസവിച്ച് ആ ഒരു ചെറുപ്രായത്തിൽ നമ്മളൊക്കെ പൊന്നുപോലെ നോക്കി വളർത്തിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് വേണ്ടാതെ സമ്പത്ത് കൂടുമ്പോൾ വിദ്യാഭ്യാസം കൂടുമ്പോൾ അവരെ വേണ്ടാതാണ് ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു വിദ്യാഭ്യാസത്തിനും ജോലിക്കൊക്കെ എന്ത് പ്രസക്തിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ.
ഇനിയിപ്പോൾ അവർ തിരിച്ച് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോവോ? തീർച്ചയായിട്ടും. അവര് പിന്നെ നിങ്ങൾ അന്വേഷിക്കുകയാണല്ലേ? ഭാര്യനെ ഡിവോഴ്സാണ്? അപ്പോൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഒരു പിന്നെ കുറേ വർഷമായിട്ട് നമ്മള് എന്താ പറയാ അങ്ങനെ നിൽക്കുക. ഞാൻ പിന്നെ മക്കളെ വിചാരിച്ചിട്ട് അത് ഒഴിവാക്കിയില്ല. അവിടെ കിടക്കട്ടെ, എന്തെങ്കിലും കാലത്ത് ഒരു പക്ഷേ മക്കൾ. ഹംസാജിനെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ ഇത് ചെറുപ്പക്കാലം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്ത് പറയണമെന്നറിയില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് ശങ്കിച്ച് നിൽക്കുന്നത്. ഇതിനൊക്കെ എന്ത് പറയണമെന്നറിയില്ല, ആരെ കുറ്റപ്പെടുത്തണമെന്നറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്ഥാപനത്തിൽ വന്ന് എനിക്കാണോ ബുദ്ധിമോശം എന്നുള്ളത് അതും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും ഷെയ്ഖ് സായിദ് ഈ ഒരു ഷെൽട്ടർ ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്, കാസർഗോഡ്. നമ്മൾ വന്നത് ഇർഫാന പിന്നെ ഇക്ബാൽ ദമ്പതികളുടെ ഈ ഒരു സ്ഥാപനം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിലാണ് സംസാരിക്കാൻ കണ്ടിട്ടുള്ളത്. ഇൻഷാ അള്ളാ നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ ഉണ്ട്. നമ്മളെന്താ ചെയ്യാൻ പറ്റണമെന്ന് നോക്കുക കേട്ടോ. ബുള്ളറ്റ് മാനാണ്, കാസർഗോഡാണുള്ളത്. എൻ്റെ കൂടെ ഒരു കപ്പിളുണ്ട്, ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങളൊക്കെ ഏറ്റവും ബഹുമാനിക്കേണ്ടതും അതുപോലെ തന്നെ ഒരു അംഗീകാരം അർഹിക്കണേ. ഇവരൊന്നും പറയാനല്ല, ഞാൻ പറയാം. എൻ്റെ ഒരു ഇതിന് വേണ്ടി പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തട്ടിക്കളയരുത്. നിങ്ങളൊരു വീഡിയോ കണ്ടു, നമ്മളെപ്പോലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷത്തോടും കൂടി ജീവിച്ച് മക്കളും പേരമക്കളും പെങ്ങളും മാതാപിതാക്കളൊക്കെ ആയിട്ട് ജീവിച്ചവർ ഇന്ന് ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർ നടത്തുന്ന ഈ ഒരു ഷെയ്ഖ് സായിദ് സ്ഥാപനത്തിൻ്റെ കീഴിലാണ്. ഈ ഒരു പുറത്ത് റെയിൽവേ ട്രാക്കിന് ഓരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം. ഏകദേശം 60 സെന്റോളം സ്ഥലം. മനസ്സാക്ഷിയുള്ള ഒരാൾക്കും പറ്റില്ല. ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, പക്ഷേ പല സ്ഥാപനങ്ങളും ട്രസ്റ്റിൻ്റെ മറ്റും കീഴിലൊക്കെ ആവും തോന്നുന്നു. പക്ഷേ ഇത് ഇർഫാന ഇക്ബാൽ, നിങ്ങളിവിടെ മെമ്പർ എന്തോ ആണ് അല്ലേ? എവിടുത്തെ മെമ്പറാണ്? ഇത് സ്ഥാപനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്ത്. ഇത് ഉപ്പളയിൽ മണിമുണ്ട എന്ന് പറയുന്നത്. മണിമുണ്ട. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു 1.5 വർഷമാവുന്നു. 1.5 വർഷം മുമ്പാണ് ഇത് ആരംഭിച്ചത്. അന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, അന്തേവാസികളായിട്ട് ഒരു 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അങ്ങനെയൊന്നും പറയാൻ നമുക്ക് ആഗ്രഹിക്കണില്ല. നമുക്ക് പറയുന്നത് മാനസികമായിട്ട് വിഷമമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് വർത്തില്ല. ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചായിട്ട് ഇർഫാനെ കോൺടാക്ട് ചെയ്തിരുന്നു, ഞാനും അങ്ങോട്ടും കോൺടാക്ട് ചെയ്തു. കാരണം ഇത്ര വീഡിയോ ഇർഫാന്റെ പേജിലും കാര്യം ഇൻസ്റ്റാ പേജിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇപ്പൊ ഇന്നലെ ഇന്നൊരു ഇൻസിഡന്റ് സംഭവിച്ചില്ലേ, ഒരു അടിപിടി എന്തോ ഡ്രഗ് അഡിക്റ്റ് വന്നിട്ട് ഇതിനകത്ത് പിന്നെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ ഒരു പിന്നെ പ്രദേശം കുറച്ച് ഇങ്ങനെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളിവിടെ ഉണ്ട്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും ചില സാമൂഹ്യ ദ്രോഹികൾ വന്ന് ഇതിനകത്ത് വന്ന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയോധികനായ ഒരു മനുഷ്യനെ പിന്നെ മൂക്കിലും ചെവിയിലൊക്കെ അടിച്ചു, രക്തം വാർന്നൊലിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോയി. അവസാനം പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്തു, കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. ഓക്കെ, ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ചിലപ്പോൾ ഇരുന്ന് കാണണമെന്നില്ല. ഞാൻ ഏതായാലും കോൺടാക്ട് നമ്പർ അല്ല ഇവിടുത്തെ നമ്പർ കാര്യങ്ങൾ സ്കാനറൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം സഹായിച്ചേ പറ്റുള്ളൂ, അനിവാര്യമാണ്, നിങ്ങൾ കൂടെ നിന്നേ പറ്റുള്ളൂ. ഇവരൊന്നും കണ്ടിട്ട് അല്ലെങ്കിൽ സഹായിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചിട്ടില്ലേ നമ്മളൊക്കെ ഈ ഭൂലോകത്ത് അല്ലെങ്കിൽ ഭൂമിലോകത്ത് ഈ ഉപരിതലത്തിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് സമ്പാദിച്ചു അല്ലെങ്കിൽ സുഖലോൽപതയിൽ മാളിക കൊട്ടാരത്തിലൊക്കെ ജീവിച്ച ആളുകൾ തന്നെയാണ് ഇവരൊക്കെ ഇവിടെ കിടക്കുന്നവർ. ഈ ഒരു ഫാനിൻ്റെ ചോട്ടിൽ ഈ ഒരു വിരിപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഈ ജസ്റ്റ് ഒരു ഫാൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കേട്ടു. മൊയ്തീനാജി അല്ലേ പേര്? എൻ്റെ ഹംസഹാജിന്റെ വാക്കുകളൊക്കെ കേട്ട് എന്താ അതൊക്കെ അവസ്ഥ. നമ്മളൊക്കെ എന്തിന് അല്ലേ, നമ്മളൊക്കെ ഒരുപാട് സ്റ്റാറ്റസും സ്റ്റോറിയും കാര്യങ്ങളും പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇൻസ്പിറേഷൻ വേർഡ്സുകളൊക്കെ കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. ഇതൊന്നുമല്ല, പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. സ്വന്തം മാതാപിതാക്കൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാണ് സാമൂഹിക പ്രതിബദ്ധമില്ലാത്ത ഇസ്ലാം എന്താ പറയുക പിന്നെ വിദ്യാഭ്യാസം അതുപോലെ വിശ്വാസം ഒരു കാര്യമില്ല കേട്ടോ മക്കളെ. ഇതൊക്കെ ഒരു നൈമിഷികമായിട്ടുള്ള സുഖങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ഇതൊക്കെ തീരാൻ പോണതേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾ എത്ര സ്ഥാപനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. ഉള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഈ ഒരു നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ഇതിന്റെ തൊട്ട ബാക്കിലായിട്ട് ഒരു 60 എത്രയാണ് ഏകദേശം ഒരു 60ഓളം സെന്റ് ഉണ്ട്. ബിൽഡിംഗ് ഏകദേശം ഒരു 6000 സ്ക്വയർ ഫീറ്റ് വരും. സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു അതുകൊണ്ടല്ല, നമ്മൾ തുടങ്ങിയത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ ആളുകളുടെ ആധിക്യം കാരണം നമുക്കത് പുതിയ കെട്ടിടത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം. അത്രയും ആളുകൾ പോലീസ് ആണെങ്കിലും കോടതിയിൽ നിന്നാണെങ്കിലും ഹോസ്പിറ്റൽസ് നിന്നാണെങ്കിലും കിടപ്പിലായ രോഗികൾ വരെ നമ്മൾ സമീപിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള വലിയ സൗകര്യമോ വിസ്താരമോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല.
ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ ഇന്ന് വരെ പുറത്തുനിന്ന് അങ്ങനെ ആരുടെയും സംഭാവനയോ മറ്റോ സ്വീകരിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ആളുകൾ ഫുഡ് കൊണ്ടുവരുന്നു എന്നല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിപ്പോ ഞങ്ങൾ കുടുംബം തന്നെയാണ് നോക്കി നടത്തുന്നത്. പക്ഷെ ഇത് വലിയ രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്കത് ഇനി സഹായിച്ചേ മതിയാവും. കാരണം ഇല്ലെങ്കിൽ അത് അതുപോലെ തന്നെ കിടക്കും. കാരണം ഒരു കുടുംബത്തിലാണെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു 60 സെന്റിൽ ഇനിയിപ്പോൾ സ്റ്റേജ് കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ ബാത്റൂം, പിന്നെ പബ്ലിക് ബാത്റൂം കാര്യങ്ങൾ, സൗകര്യങ്ങൾ പെട്ടെന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു ഭീമമായിട്ടുള്ള സംഖ്യ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തട്ടിക്കളയരുത്. ഞാൻ മനസ്സ് തട്ടിയിട്ട് പറയാണ് നിങ്ങളോട്, ഒരു ഇച്ചിരി മനസ്സാക്ഷി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ ഒരു അതായത് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിന് ഇതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവണം.